Unit 8, the D and F block elements. എന്താണ് D block elements? The elements in which the last electron enter into the penultimate d orbital of their atom are called D block element. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള എലമെൻറ്റ്സ് ആണ് D block element. ഇനി എന്താണ് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? n-1 d 1 to 10 ns 1 or 2. അതിന് കാരണം D4 വന്നു കഴിഞ്ഞാൽ അത് D5 ആയിട്ട് മാറുമ്പോൾ ഒരു എസ് ഇലക്ട്രോണിനെ എടുത്താണ് D5 ആയിട്ട് മാറുന്നത്. അതുപോലെ D9 നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും അത് ഔട്ടർ എസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ എടുത്ത് കംപ്ലീറ്റ്ലി ഫിൽഡായ D10 ആയിട്ട് മാറും. ഇനി D ബ്ലോക്ക് എലമെൻറ്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും വിളിക്കും. കാരണം D ബ്ലോക്ക് എലമെൻറ്റിൽ 12ാമത്തെ ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കിയുള്ള എലമെൻറ്റിലെല്ലാം ഇന്നർ D ലെവൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് അഥവാ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. ഒന്നുകിൽ അതിൻ്റെ ആറ്റത്തിൽ, അതുമല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു അയോണിൽ D ഓർബിറ്റൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അത്തരം D ബ്ലോക്ക് എലമെൻറ്റിനെ വിളിക്കുന്നവരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്. എന്നാൽ 12ാമത്തെ ഗ്രൂപ്പ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഇതിൽ ആറ്റത്തിലോ അതുണ്ടാക്കുന്ന 2+ അയോണിലോ D ഓർബിറ്റൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല. ദാറ്റ് മീൻസ് D10 ആണ്. അതുകൊണ്ട് മറ്റ് D ബ്ലോക്ക് എലമെൻറ്റ് കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കളർ ഫോർമേഷൻ, അതുപോലെ കോംപ്ലക്സ് ഫോർമേഷൻ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും ഇവ കാണിക്കാറില്ല. അതുകൊണ്ട് ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അപ്പോൾ ഗ്രൂപ്പ് 12 എലമെൻറ്റ്സ് ആർ കോൾഡ് സീഡോ ട്രാൻസിഷൻ എലമെൻറ്റ്. അപ്പോൾ എന്താണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ദ എലമെൻറ്റ്സ് വിച്ച് ഹാവ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് D orbital in their atoms or in any one of their oxidation states are called transition element. For example, scandium is a transition element, but zinc is not. എങ്ങനെ പ്രൂവ് ചെയ്യാം? സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21, ഇനേർട്ട് ഗ്യാസ് കോർ എന്ന് പറയുന്നത് ആർഗൺ ആണ്. അത് കഴിഞ്ഞാൽ 4s ഇലക്ട്രോൺ പോകുന്നു, അപ്പോൾ 20 ഇലക്ട്രോൺ ആയി. 21ാമത്തെ ഇലക്ട്രോൺ ഇന്നർ ഡിയിൽ ഫിൽ ചെയ്യുന്നു. അപ്പോൾ ഇന്നർ ഡി ലെവൽ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ്, ദെർഫോർ ഇറ്റ്സ് എ ട്രാൻസിഷൻ എലമെൻറ്റ്. സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ 30 ആണ്. തൊട്ട് മുന്നുള്ള ഇനേർട്ട് ഗ്യാസ് കോർ എന്ന് പറയുന്ന ആർഗണാണ്. അപ്പോൾ പുറത്ത് എസിൽ പോയി കഴിഞ്ഞാൽ 20 ഇലക്ട്രോൺസ് ആയി, മിച്ചമുള്ള 10 ഇലക്ട്രോൺ ഡിയിൽ വരുന്നു. അപ്പോൾ ആറ്റത്തിൽ D ഓർബിറ്റൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല. ഇനി സിങ്ക് ഉണ്ടാക്കുന്ന ഒരേ ഒരു ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ് Zn2+. അവിടെ 2 ഇലക്ട്രോൺ പോകുന്ന ഔട്ടർ എസിൽ നിന്നാണ്. അപ്പോഴും ഇന്നർ D ലെവൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ആറ്റത്തിലോ അതുണ്ടാക്കുന്ന അയോണിലോ D ഓർബിറ്റൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലാത്തതുകൊണ്ട് zinc is not a transition element and therefore zinc is said to be a pseudo transition element. Physical properties. Number 1, transition metals are very hard and have volatility അല്ലെങ്കിൽ ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. എന്തായിരിക്കും കാരണം? നമ്മൾ കണ്ടു ട്രാൻസിഷൻ എലമെൻറ്റിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദേ ഹാവ് സ്ട്രോങ് ഇൻ്റർ അറ്റോമിക് മെറ്റാലിക് ബോണ്ടിങ്, വളരെ സ്ട്രോങ് ഇൻ്റർ അറ്റോമിക് ഇൻട്രാക്ഷൻ അഥവാ സ്ട്രോങ് ഇൻ്റർ അറ്റോമിക് മെറ്റാലിക് ബോണ്ടിങ്. അതുകൊണ്ട് അത് വളരെ ഹാർഡാണ്. അതുകൊണ്ട് പെട്ടെന്ന് വേപ്പറാവില്ല. ലോ വോളറ്റിലിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ ബോയിലിംഗ് പോയിൻറ്റ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ട്രാൻസിഷൻ മെറ്റൽസ് ഹാവ് വെരി ഹൈ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. അതെന്താ കാര്യം? അഗെയിൻ ദ സെയിം റീസൺ, ബിക്കോസ് ഓഫ് സ്ട്രോങ് ഇൻ്റർ അറ്റോമിക് ഇൻട്രാക്ഷൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇൻ ദിയർ ആറ്റം. അതിൽ ആറ്റത്തിൽ അൺപെയർഡ് ഇലക്ട്രോൺ കൂടുതലായതുകൊണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്. സിങ്ക് ഹാസ് നോ അൺപെയർഡ് ഇലക്ട്രോൺ, നമ്മൾ കണ്ടു, ആൻഡ് ഹെൻസ് വീക്ക് ഇന്റർ അറ്റോമിക് ഇൻട്രാക്ഷൻ ആൻഡ് ദെർഫോർ ഇറ്റ്സ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഈസ് ദ ലോവസ്റ്റ്. ആസ് ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഡിക്രീസസ്, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഡിക്രീസസ്. അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഇന്റർ അറ്റോമിക് ഇൻട്രാക്ഷൻ കുറയും, അപ്പോൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനും കുറയും. എന്നാൽ നമുക്ക് ക്രോമിയം ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് എടുക്കാം. ക്രോമിയം ഗ്രൂപ്പിൽ D4 പ്രതീക്ഷിച്ചാലും എസിലെ ഒരു ഇലക്ട്രോൺ എടുത്തിട്ട് D5 ആയിട്ടല്ല നിൽക്കുക. അപ്പം മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എത്രയാണ്? 6. ഡിയിൽ 5, എസിൽ 1. അതുകൊണ്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ദേ ഹാവ് സ്ട്രോങ് ഇന്റർ അറ്റോമിക് ഇൻട്രാക്ഷൻ. ദെർഫോർ ക്രോമിയം ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ഹാവ് വെരി ഹൈ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. Number 3, ionization enthalpy of each series of transition element increases from left to right. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഓരോ ട്രാൻസിഷൻ സീരീസിലും അയനൈസേഷൻ എൻതാൽപ്പി കൂടുന്നു. അതിന് കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് which accompanies the filling of electron in the inner d orbital. The next one, transition metals showing variable oxidation state. നമുക്കറിയാം
ഇന്നർ ഡി ലെവലിൻ്റെ എനർജിയും ഔട്ടറിൽ എസ് ഇലക്ട്രോണിൻ്റെ എനർജിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് there is an active participation of n-1 d electron along with outer ns electron in bonding due to their comparable energy. അപ്പോൾ ഔട്ടർ എസ് ഇലക്ട്രോണിൻ്റെയും അകത്തെ ഡി ഇലക്ട്രോണിൻ്റെയും എനർജി ഏകദേശം സെയിം ആയതുകൊണ്ട് ഇന്നർ ഡി ഇലക്ട്രോൺ പുറത്തെ എസ് ഇലക്ട്രോണൊപ്പം ആക്റ്റീവായിട്ട് ഓരോന്നായിട്ട് പങ്കെടുക്കും. ആൻഡ് therefore transition metal showing variable oxidation state. The largest number of oxidation state is exhibited by the elements in the middle of the first row, the transition element. കാരണം എന്താ? This is due to the large number of unpaired electron in 3D orbital. For example, manganese shows the maximum number of oxidation state. കാരണം മാംഗനീസിൻ്റെ ഇന്നർ ഡി ലെവലിൽ മാക്സിമം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ എത്രയാണ്? 5. ഈ ഓരോ 5 ഇലക്ട്രോണും 1 by 1 ആയിട്ട് എസിൻ്റെ കൂടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ 6 വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം. +2 മുതൽ +7 വരെ. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ മെറ്റൽ ഈസ് എക്സിബിറ്റഡ് ഇൻ ഇറ്റ്സ് ഓക്സൈഡ്സ് ആൻഡ് ഫ്ലൂറൈഡ്സ് ഓൺലി. ഓക്സൈഡ്സിലും ഫ്ലൂറൈഡ്സിലുമാണ് ഒരു മെറ്റലിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കാരണം എന്താ? ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ ഹാവ് സ്മോളർ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോൺ ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ഓക്സിഡൈസ് ദ മെറ്റൽ ടു ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ട് മെറ്റലിനെ അതിൻ്റെ ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ഓക്സിഡൈസ് ചെയ്യിക്കാനുള്ള പവർ വളരെ സൈസ് കുറഞ്ഞ ഇലക്ട്രോണായിട്ട് കൂടിയ ഓക്സിജനും ഫ്ലൂറിനും ഉണ്ട്. അതുകൊണ്ട് ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ ഈസ് എക്സിബിറ്റഡ് ഇൻ ഇറ്റ്സ് ഓക്സൈഡ്സ് ആൻഡ് ഫ്ലൂറൈഡ്സ്. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഫസ്റ്റ് റോ ട്രാൻസിഷൻ മെറ്റൽസ്. അകത്തെ ഡി ഓർബിറ്റിലെ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം മാംഗനീസ് വരെ കൂടുന്നു. 1, 2, 3, 4, 5. അതിനുശേഷം ഇലക്ട്രോൺ പെയർ ചെയ്യുന്നതുകൊണ്ട് അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ മാക്സിമം എണ്ണം മാംഗനീസ് വരെ കൂടുന്നു. അതിനുശേഷം ഡി ഇലക്ട്രോൺ പെയർ ചെയ്യുന്നതുകൊണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺ കുറയുന്നു. അതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പറിൻ്റെ എണ്ണം പിന്നെ കുറഞ്ഞ് മിനിമം ആകും. ദെൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മോസ്റ്റ് ഓഫ് ദ കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ പാരാമാഗ്നറ്റിക് നേച്ചർ. എന്താ കാരണം? ദിസ് ഈസ് ബിക്കോസ് ദ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആൻഡ് their compounds have unpaired electron in d orbital and therefore they give rise to paramagnetic character. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാരണം പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻ d orbital or d subshell. The magnetic character is expressed in terms of magnetic moments. The larger the number of unpaired electron in the substance, greater is the paramagnetic character and larger is the magnetic moment. The magnetic moment is determined by the number of unpaired electron and it is calculated by using the spin-only formula. That is, mu is equal to root of n into n plus 2 Bohr magneton, where n is the number of unpaired electron. For example, a divalent ion of atomic number 25 in aqueous solution will have d5 configuration. That means 5 unpaired electron. Atomic number 25 is manganese, so its electronic configuration argon core 3d5 4s2. Divalent metal ion, that means Mn2 plus, 2 electron outer S in the പോകുന്നു. അപ്പോൾ d level d5. So the number of unpaired electron d orbital 5 d orbital 5 electron ഓരോന്ന് വീതം ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. Number of unpaired electron 5. അപ്പോൾ n ന് പകരം 5 കൊടുത്താൽ root of 5 into 5 plus 2, that means root 35, that's equal to 5.92. മറ്റ് എക്സാമ്പിൾസ് നോക്കി. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ്. The color of transition metal compound is due to the presence of incomplete n-1 d orbital and hence dd transition. Transition മെറ്റലിൻ്റെ ഇന്നർ ഡി ഓർബിറ്റൽ ഇൻകംപ്ലീറ്റ് ആണ്. ആ ഇന്നർ ഡി ഓർബിറ്റൽ 2 ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഹയർ എനർജി ഡി ഓർബിറ്റൽ ആൻഡ് ലോവർ എനർജി ഡി ഓർബിറ്റൽ. ഡി ഓർബിറ്റൽ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് മുകളിലുള്ള എനർജി കൂടിയ ഡി ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫുള്ളി ഫിൽഡ് അല്ല. അപ്പോൾ താഴത്തെ എനർജി കുറഞ്ഞ ഡി ഓർബിറ്റിൽ നിന്ന് മുകളിലത്തെ ഡി ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കും. അപ്പോൾ അബ്സോർവ് ചെയ്യുന്ന ഫ്രീക്വൻസി വിസിബിൾ റീജിയനിലാണ് മിക്കവാറും വരിക. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ അത് കാണിക്കും. Therefore, the color of transition metal compound is due to the presence of incomplete n-1 d orbital and hence there is dd transition. And formation of complexes. Transition metal form a large number of complexes. This is due to the comparatively smaller size of the metal ions, their high ionic charges and availability of vacant d orbital for the bond formation. Transition metal ധാരാളം
കോംപ്ലക്സസ് ഉണ്ടാക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ട്രാൻസിഷൻ മെറ്റൽ അയോണിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്. അതൊരു കാരണമാണ്. രണ്ടാമത്തത് ഹൈ അയോണിക് ചാർജ്. അയോണിക് ചാർജ് താരതമ്യേന കൂടുതലാണ്. കൂടാതെ ഇന്നർ ഡി ഓർബിറ്റൽ ഈസ് അവൈലബിൾ ആസ് വേക്കൻറ്റ്. കറ്റാലിറ്റിക് പ്രോപ്പർട്ടീസ്. ട്രാൻസിഷൻ മെറ്റലും അതിൻ്റെ കോമ്പൗണ്ടും വളരെ നല്ല കാറ്റലിസ്റ്റാണ്. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ്. ഒന്ന്, ഡ്യൂ ടു ദെയർ ടെൻഡൻസി ടു ഫോം റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് വിത്ത് സൂട്ടബിൾ റിയാക്ടൻസ്. അനുയോജ്യമായ റിയാക്ടൻറ്റുമായിട്ട് ചേർന്ന് പെട്ടെന്ന് ഇൻ്റർമീഡിയറ്റ് ഉണ്ടാക്കാൻ സഹായിക്കും. കാരണം അവരുടെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് അതിന് കാരണം. ബിക്കോസ് ഓഫ് ദെയർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. രണ്ടാമത്തത്, പ്രൊവൈഡ്സ് ലാർജ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂടുതൽ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ റിയാക്ടൻറ്റ് മേ ബി അബ്സോർബ്ഡ് ആൻഡ് therefore come closer to one another for the reaction and thus can react with lower activation rate. ഒത്തിരി റിയാക്ടൻറ്റ് മോളിക്യൂൾ അടുത്തടുത്ത് വരാനും വളരെ കുറഞ്ഞ ആക്ടിവേഷൻ അത് റിയാക്ട് ചെയ്യാനും ഈ ലാർജ് സർഫസ് ഏരിയ സഹായിക്കും. അതൊരു കാരണമാണ്. മൂന്നാമത്തെ കാരണം, അവൈലബിലിറ്റി ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. ദെൻ ഫോർമേഷൻ ഓഫ് ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. ട്രാൻസിഷൻ മെറ്റൽ ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. എന്താണ് കാരണം? ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേക്കൻറ്റ് സൈറ്റ് ഇൻ ദിയർ മെറ്റൽ ലാറ്റിസ്. ട്രാൻസിഷൻ മെറ്റലിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ ക്ലോസ്ഡ് ആയിട്ട് എടുക്കുമ്പോൾ അവരുടെ ലാറ്റിസിൽ ശൂന്യ സ്ഥലങ്ങളുണ്ട്. ഈ ശൂന്യ സ്ഥലങ്ങളിലേക്ക് ചെറിയ ആറ്റങ്ങളായ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ ഒക്കെ ട്രാപ്പ് ചെയ്യാൻ പറ്റും, കയറിയിരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ഫോം ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽ ഫോം ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്. ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേക്കൻറ്റ് സൈറ്റ് ഇൻ ദിയർ മെറ്റൽ ലാറ്റിസസ്. ദ സ്മോൾ ആറ്റംസ് ലൈക്ക് ഹൈഡ്രോജൻ, carbon, nitrogen are trapped inside the crystal lattices of the metal. Then characteristics of interstitial compounds. High melting point than the pure metal. Pure മെറ്റലിനേക്കാളും മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അതുപോലെ ഹാർഡ്നെസ് കൂടുതലാണ്. മെറ്റാലിക് കണ്ടക്ടിവിറ്റി റിറ്റെയിൻ ചെയ്യുന്നു. കാരണം ഈ ട്രാൻസിഷൻ മെറ്റലിലെ വാലൻസ് ഇലക്ട്രോൺ ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കുന്നില്ല. ലാറ്റിസിനിടയ്ക്ക് ചെറിയ ആറ്റങ്ങൾ കയറി ഇരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ദേ റീറ്റെയിൻ ദെയർ മെറ്റാലിക് കണ്ടക്ടിവിറ്റി. ദെൻ കെമിക്കലി ഇനർട്ട്. ദെൻ ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് ആർ വെൽ നോൺ ഫോർ ട്രാൻസിഷൻ എലമെൻറ്റ്. ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് വളരെയധികം പേര് കേട്ടതാണ്. അതിന് കാരണം ബിക്കോസ് ഓഫ് ദെയർ ഹാർഡ്നെസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഡയമണ്ട്. ദെൻ അലോയ് ഫോർമേഷൻ. ട്രാൻസിഷൻ മെറ്റൽ അലോയ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ സിമിലർ അറ്റോമിക് റേഡിയാണ്. It is due to their similar atomic radii and thus the lattice position of one metal can be substituted by the other. അതുകൊണ്ട് ഒരു മെറ്റലിൻ്റെ ലാറ്റിസ് പൊസിഷൻ വേറൊരു മെറ്റലിന് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ബിക്കോസ് ഓഫ് ദെയർ സിമിലർ അറ്റോമിക് റേഡി. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ട്രാൻസിഷൻ മെറ്റൽ ഫോം അലോയ്സ്. Some important compounds of transition elements. Number 1, potassium dichromate K2Cr2O7. It is prepared from chromate ore. Chromate ore നിന്നാണ് ഉണ്ടാക്കുക. FeCr2O4. ഈ പ്രിപ്പറേഷനിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന്, കൺവേർഷൻ ഓഫ് ക്രോമേറ്റ് ഓർ ഇൻറ്റു സോഡിയം ക്രോമേറ്റ് ബൈ ഫ്യൂഷൻ വിത്ത് സോഡിയം കാർബണേറ്റ് ഇൻ പ്രസൻസ് ഓഫ് എയർ. ക്രോമേറ്റ് ഓർ FeCr2O4നെ ആദ്യത്തെ സ്റ്റെപ്പിൽ സോഡിയം ക്രോമേറ്റ് ആക്കി മാറ്റുക. അതിനുവേണ്ടി സോഡിയം കാർബണേറ്റ് വെച്ച് ഉരുക്കുക ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. രണ്ടാം സ്റ്റെപ്പ്, അങ്ങനെ കിട്ടിയ സോഡിയം ക്രോമേറ്റിനെ സോഡിയം ഡൈക്രോമേറ്റ് ആക്കുക. കൺവേർഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ് ടു സോഡിയം ഡൈക്രോമേറ്റ്. അതിനുവേണ്ടി സൾഫ്യൂറിക് ആസിഡ് വെച്ച് അസിഡിഫൈ ചെയ്യാം. അപ്പോൾ Na2Cr4 ഈസ് കൺവേർട്ട് ടു Na2Cr2O7 വിത്ത് സൾഫ്യൂറിക് ആസിഡ്. ദെൻ ദ ബൈ പ്രോഡക്റ്റ് Na2SO4 ആൻഡ് വാട്ടർ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇങ്ങനെ കിട്ടിയ സോഡിയം ഡൈക്രോമേറ്റിനെ Na2Cr2O7നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 ആക്കുക. അതിനുവേണ്ടി പൊട്ടാസ്യം ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പോൾ സോഡിയം ഈസ് റീപ്ലേസ്ഡ് ബൈ പൊട്ടാസ്യം. അപ്പോൾ സോഡിയം ഡൈക്രോമേറ്റ് ഈസ് കൺവേർട്ട് ടു പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇങ്ങനെ കിട്ടിയ സൊല്യൂഷനെ കൂൾ ചെയ്യുക. കൂൾ ചെയ്യുമ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ സോലിബിലിറ്റി കുറയും. അപ്പോൾ ഓറഞ്ച് റെഡ് ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സെപ്പറേറ്റ്സ് ഔട്ട്. ഇനി സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് അയോൺസ്. ക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ ഒരു ടെട്രാഹീഡ്രൽ സ്ട്രക്ചറാണ്. ആൻഡ് 2 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ഇസ് കോമൺ. എന്നാൽ ഇത്തരത്തിലുള്ള ക്രോമേറ്റ് അയോൺ ടെട്രാഹീഡ്ര ആർ ജോയിൻഡ് ത്രൂ എ കോമൺ ഓക്സിജൻ ആറ്റം. ദാറ്റ് മീൻസ് എ ഡബിൾ ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ ഡൈക്രോമേറ്റ് അയോൺ. ഈ ഡൈക്രോമേറ്റ് അയോണിൽ
ഈ 6 ഈക്വിറ്റോറിയൽ ബോൺസ് ഒരേ ലെന്താണ്. എന്നാൽ ബ്രിഡ്ജായിട്ട് വരുന്ന ഈ CRO ബോണ്ട് കുറച്ചും കൂടെ നീളം കൂടുതലാണ്. ദ ആംഗിൾ CROC ആംഗിൾ ഈസ് 126 ഡിഗ്രി. ഇനി പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആസിഡ് മീഡിയത്തിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് റിഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദ ക്രോമിയം ഫ്രം ഡൈക്രോമേറ്റ് അയോൺ ഗെറ്റ് റെഡ്യൂസ് ടു Cr3+. അപ്പോൾ ഓറഞ്ച് കളർ ഗ്രീൻ കളറായിട്ട് മാറും. Since it gets reduced in acid medium, it can act as an oxidizing agent in acid medium. And therefore, it is used as a primary standard in volumetric analysis. അപ്പോൾ Cr2O7 2- ക്രോമിയം +6 ആണ്. ആ ക്രോമിയം +3 റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ക്രോമിയത്തിന് 3 ഇലക്ട്രോൺ. അപ്പോൾ 2 ക്രോമിയത്തിന് ടോട്ടൽ 6 ഇലക്ട്രോൺ. ഇനി ഈ 7 ഓക്സിജനെ ആസിഡിൽ H+7 വാട്ടറാക്കി മാറ്റും. Then the chromium completely get reduced to Cr3+. Thus, the acidified potassium dichromate will oxidize tin 2 compound to tin 4 compound. For example, stannous chloride to stannic chloride, iodide to iodine, sulfide to sulfur, oxalic acid to carbon dioxide, more salt to ferric ammonium sulfate, or any iron 2 salt to iron 3 salt. That means ferrous salt to ferric salt. For example, what happens when acidified potassium dichromate react with an aqueous solution of tin 2 chloride? Right color change if any. But tin 2 chloride is oxidized to tin 4 chloride. As a result, the orange color of dichromate, potassium dichromate, changes to green. So what is the overall reaction? Cr2O7 2- in acid medium completely get reduced to Cr3+. As a result, Sn2+ get oxidized to Sn4+. Similarly, potassium iodide to iodine, so that the iodide become iodine. Since in acid medium, dichromate get reduced to Cr3+. Similarly, sulfide to sulfur, oxalic acid to carbon dioxide. Then the second compound is potassium permanganate. It is prepared from pyrolusite, MnO2. The preparation involves 2 steps. Number 1, conversion of pyrolusite, that is MnO2, to potassium manganate, that is K2MnO4, by fusion with the KOH in presence of air. എയറിൻ്റെ പ്രസൻസിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഫ്യൂസ് ചെയ്ത് പൈറോലൂസൈറ്റിനെ പൊട്ടാസ്യം മാംഗനേറ്റ് ആക്കുക. അപ്പോൾ MnO2 KOH ഓക്സിജൻ്റെ പ്രസൻസിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ K2MnO4 ആയി മാറും. ഇനി രണ്ടാം സ്റ്റെപ്പ്, ഇങ്ങനെ കിട്ടിയ പൊട്ടാസ്യം മാംഗനേറ്റിനെ +6 മാംഗനീസ്, അത് +7 ഓക്സിഡൈസ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ ഇൻ പ്രസൻസ് ഓഫ് KOH. K2MnO4നെ ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ നടത്തുക ഇൻ പ്രസൻസ് ഓഫ് KOH. അപ്പോൾ +6 മാംഗനീസ് +7 ഓക്സിഡൈസ് ചെയ്ത് എന്തായി മാറും? പൊട്ടാസ്യം പെർമാംഗനേറ്റായി മാറും. ഇങ്ങനെ കിട്ടുന്ന സൊല്യൂഷനെ ഇവാപ്രേറ്റ് ചെയ്യാം. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ സോലിബിലിറ്റി കുറയും. അപ്പോൾ പർപ്പിൾ കളർ ക്രിസ്റ്റൽസ് ഓഫ് KMnO4 സെപ്പറേറ്റ്സ് ഔട്ട്. അപ്പോൾ 2 സ്റ്റെപ്പാണ്. MnO2 MnO4 2-, ദാറ്റ് മീൻസ് മാംഗനേറ്റ് അയോൺ ആക്കി മാറ്റുക. ആ മാംഗനേറ്റ് അയോൺ +6 ഇരിക്കുന്ന മാംഗനേറ്റിനെ പെർമാംഗനേറ്റ് അയോൺ ആക്കുക, +7 മാറ്റുക. ദീസ് ആർ ദ 2 സ്റ്റെപ്സ്. സ്ട്രക്ചർ ഓഫ് മാംഗനേറ്റ് ആൻഡ് പെർമാംഗനേറ്റ് അയോൺ, ബോത്ത് ഹാവിങ് ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ. രണ്ടിനും ടെട്രാഹീഡ്രൽ സ്ട്രക്ചറാണുള്ളത്. MnO4- 2 ഓക്സിജന് സിംഗിൾ ബോണ്ട് വിത്ത് നെഗറ്റീവ് ചാർജ്. MnO4- പെർമാംഗനേറ്റിൽ 1 ഓക്സിജന് നെഗറ്റീവ് ചാർജ്. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്താൽ എന്ത് പറ്റും? പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്താൽ ഇത് ഡീകമ്പോസ് ചെയ്ത് പൊട്ടാസ്യം മാംഗനേറ്റ് ആവും, K2MnO4 ആയി മാറും, along with MnO2 and O2. പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഓൾസോ എ വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ആസിഡ് മീഡിയം ആൻഡ് ഓൾസോ in neutral and alkaline medium. Thus, acidified KMnO4 will oxidize stannous chloride to stannic chloride or any tin 2 salt to tin 4 salt, iodide to iodine, sulfide to sulfur, oxalic acid to carbon dioxide, more salt to ferric ammonium sulfate or any ferrous salt to ferric salt. ആരെപ്പോലെ തന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പോലെ തന്നെ. ഒരു ഉദാഹരണം, what happens when acidified solution of potassium permanganate react with an aqueous solution of tin 2 chloride? Right color change if any.
അപ്പോൾ tin 2 chloride is oxidized to tin 4 chloride. As a result, the purple color of KMnO4 changes to colorless. Why? Because MnO4 minus, that means permanganate ion manganese plus 7 ആ പ്ലസ് 7 മാംഗനീസ് ആസിഡ് മീഡിയത്തിൽ ഈ ഓക്സിജനെ കംപ്ലീറ്റ് ആയിട്ട് വാട്ടറാക്കി മാറ്റുന്നതുകൊണ്ട് മാംഗനീസ് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തെന്താവും Mn2+. ആൻഡ് Mn2+ ഈസ് കളർലെസ്. Therefore, Sn2+ get oxidized to Sn4+. Similarly, acidified KMnO4 oxidizes iodide to iodine or potassium iodide to iodine, sulfide to sulfur or H2S to sulfur, oxalic acid to carbon dioxide, more salt to ferric ammonium sulfate or any ferrous salt to ferric salt. Similarly, acidified KMnO4 oxidizes sulfurous acid to sulfuric acid or sulfite to sulfate. ഇതേപോലെ acidified KMnO4 oxidizes nitrous acid to nitric acid or nitrite NO2- to NO3-. സൾഫൈറ്റ് ആണെങ്കിലോ SO3 2- എന്താക്കി ഓക്സിഡൈസ് ചെയ്യും SO4 2-. അപ്പോൾ ആസിഡ് മീഡിയത്തിൽ permanganate ion completely get reduced to Mn2+. As a result, the purple color changes to colorless. എന്നാൽ ന്യൂട്രൽ ഓർ ഫെയിൻലി ആൽക്കലൈൻ മീഡിയത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിലെ മാംഗനീസ് ഗെറ്റ് റെഡ്യൂസ് ടു Mn+4. ദാറ്റ് മീൻസ് MnO2 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഓക്സിഡൈസസ് അയോഡൈഡ് ടു iodate IO3-. Thiosulfate S2O3 2- to sulfate. Any manganese salt Mn2+ salt is oxidized to Mn4+, that is MnO2. Uses of KMnO4. Number 1, in analytical chemistry for the estimation of more salt and oxalic acid. കാരണം ആസിഡ് മീഡിയത്തിൽ potassium permanganate completely get reduced and therefore it oxidizes more salt to ferric salt and oxalic acid to carbon dioxide. So by volumetric analysis one can estimate more salt or oxalic acid. Number 2, as an oxidizing agent in organic chemistry. Number 3, for bleaching wool, cotton, silk and other textile fibers. Inner transition element, that is called F-block elements. The elements in which the last electron enter into the anti-penultimate F orbital of their atom are called inner transition elements or F-block element. ഏതൊക്കെ എലമെൻറ്റിലാണോ അവസാനത്തെ ഇലക്ട്രോൺ അകത്ത്, ദാറ്റ് മീൻസ് ആൻറ്റി പെനൽറ്റിമേറ്റ് എഫ് ഓർബിറ്റൽ പ്രവേശിക്കുന്നത്, ആ എലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്നവരാണ് F-block എലമെൻറ്റ്. അവിടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പുറത്ത് എസിൽ 2 ഇലക്ട്രോൺ പോയിട്ട് അകത്ത് ഡി ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് അതിനും അകത്തുള്ള N-2 F ലെവൽ സ്റ്റാർട്ട് ഫില്ലിംഗ് ഫ്രം 1 to 14. ഡി ലെവൽ അതുകൊണ്ട് 0 ആണ്. പക്ഷേ എവിടെയെങ്കിലും F8 വന്നാൽ അത് ഹാഫ് ഫിൽഡ് ആക്കാൻ വേണ്ടി ഈ ഒരു ഇലക്ട്രോണിനെ ഡിയിലേക്ക് ചാടിക്കാം. അങ്ങനെ വരുമ്പോൾ ഡി ലെവൽ ക്യാൻ ഹാവ് 1 ഇലക്ട്രോൺ. സോ ദ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-2 F 1 to 14, N-1 D 0 or 1 NS2. ഇവിടെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് 3 outermost shells incomplete. They consist of 2 series of elements placed at the bottom of the periodic table. As a continuation of 6th period after lanthanum, we have the 14 elements from cerium to lutetium, and that is called the lanthanoids, and where the anti-penultimate 4f level is being filled, അതുകൊണ്ട് അതിനെ 4f series എന്ന് വിളിക്കും. ഇതേപോലെ 7ാമത്തെ പീരീഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആക്റ്റിനെ തുടങ്ങി 14 എലമെൻറ്റ്, തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 14 എലമെൻറ്റിൽ ആൻറ്റി പെനൽറ്റിമേറ്റ് 5f ഓർബിറ്റൽ ഫില്ല് ചെയ്യും. ഇത് ആക്ടീനിയത്തിൽ നിന്ന് തുടർന്ന് വരുന്ന 14 എലമെൻ്റ് ആയതുകൊണ്ട് ഇതിനെ ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കും. ഇവിടെ അകത്തെ 5f ഓർബിറ്റലാണ് ഫില്ല് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ 5f സീരീസ് എന്നും അറിയപ്പെടും. അപ്പോൾ ലാന്തനോയിഡ്സിൽ ലന്ഥാനം മറ്റ് ലാന്തനൈഡ്സുമായിട്ട് ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ലന്ഥാനത്തെയും മറ്റ് ലാന്തനൈഡ്സിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇൻക്ലൂഡിംഗ് ലന്ഥാനം, ലാന്തനൈഡ്സ് ആർ 15 എലമെൻറ്റ്. ഇതേപോലെ ആക്ടീനിയം ക്ലോസ്ലി റിസംബിൾസ് വിത്ത് അതർ ആക്ടിനോയിഡ്സ്, അതുകൊണ്ട് തന്നെ ആക്ടീനിയത്തെയും മറ്റ് ആക്ടിനോയിഡ്സിൻ്റെ കൂടെ വച്ചിരിക്കുന്നതുകൊണ്ട് ഇൻക്ലൂഡിംഗ് ആക്ടീനിയം, ആക്ടിനോയിഡ്സ് ആർ 15 in number. ഇനി അറ്റോമിക് ആൻഡ് അയോണിക് സൈസസ്. The overall decrease in atomic and ionic radii of lanthanum to lutetium
is a unique feature in the chemistry of lanthanoids, and that is called the Lanthanoid Contraction. Then what is Lanthanoid Contraction? The steady decrease in size of atoms or ions of lanthanoids with increase in atomic number is called Lanthanoid Contraction. അതായത് ലാന്തനോയിഡ് സീരീസിൽ ലന്താനത്തിൽ നിന്ന് ലുട്ടീരിയത്തിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഓരോ യൂണിറ്റായിട്ട് അടുത്തടുത്ത് വരുന്ന എലമെൻറ്റ് കൂടിക്കൂടി വരുന്നു. എന്നാൽ പുതിയ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അകത്ത് ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള 4f ലെവലിലാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള 4fൽ കിടക്കുന്ന ഇലക്ട്രോൺസിന് ന്യൂക്ലിയർ ചാർജിൻ്റെ വർധനവിനെ പൂർണ്ണമായി ഔട്ടർ ഷെല്ലിൽ നിന്ന് മറയ്ക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള പൂവർ ഷീൽഡിങ്ങിൻ്റെ ഫലമായി 4f ഇലക്ട്രോൺ ഈസ് അൺഏബിൾ ടു കൗണ്ടർ ബാലൻസ് ദി ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനെ ഇഫക്റ്റീവായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതൽ ഔട്ടർ ലെവലിൽ കിട്ടുന്നതിനനുസരിച്ച് സൈസ് അല്പാൽപ്പം കുറയും. So the net result is contraction, and that is called the Lanthanoid contraction. So the simple reason for the Lanthanoid contraction is the poor shielding of 4f electron, which is unable to counterbalance the increase in nuclear charge or the effective nuclear charge. Hence the net result is contraction. So a steady decrease in atomic and ionic size of lanthanoid with increase in atomic number along the lanthanide series, and that is called the Lanthanoid contraction. So what is Lanthanoid contraction? The steady decrease in the size of atoms or ions of lanthanoid with increase in atomic number is called Lanthanoid contraction. It is due to the poor shielding of 4f electron. ഇനി ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? Consequences of Lanthanoid contraction. Number 1, the second and third transition series elements have similar atomic radii. അപ്പോൾ മൂന്നാമത്തെ ട്രാൻസിഷൻ സീരീസിൽ ലാന്തനോയിഡ് കൺട്രാക്ഷൻ്റെ ഇഫക്റ്റ് വരും. അപ്പോൾ സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പോൾ തൊട്ട് മുകളിലുള്ള സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിലെ എലമെൻറ്റുമായിട്ട് ഏകദേശം ഒരേ സൈസ് കാണിക്കും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ കോൺസിക്വൻസ് ഓഫ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ദാറ്റ് ഈസ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ് ഓഫ് എലമെൻറ്റ്സ് ഹാവ് സിമിലർ അറ്റോമിക് റേഡിയേ. ഫോർ എക്സാമ്പിൾ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം, ഇത് രണ്ടിൻ്റെയും അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. വൈ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഡ്യൂ ടു ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ഇനി രണ്ടാമത്തെ കോൺസിക്വൻസ്, ദ ബേസിക് ക്യാരക്ടർ ഓഫ് ദെയർ ഹൈഡ്രോക്സൈഡ് ഡിക്രീസസ് ഫ്രം ലന്താനം ടു ലുട്ടേറ്റിയം. ലന്താനത്തിൽ ലുട്ടേറ്റിയത്തിലേക്ക് പോകുമ്പോൾ ഈ മെറ്റൽ അയോണിൻ്റെ സൈസ് കുറഞ്ഞു വരും. സൈസ് കുറയുന്നതിനനുസരിച്ച് അതുണ്ടാക്കുന്ന ഹൈഡ്രോക്സൈഡിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി കൂടും. അതുകൊണ്ട് ബേസിക് ക്യാരക്ടർ ഓഫ് ഹൈഡ്രോക്സൈഡ് ഡിക്രീസ് ഫ്രം ലന്താനം ടു ലുട്ടേറ്റിയം. ഫോർ എക്സാമ്പിൾ, ലന്താനം ഹൈഡ്രോക്സൈഡ് ഈസ് മോർ ബേസിക്, lutetium hydroxide is least basic. Why? It is due to lanthanoid contraction. Number 3, lanthanoids have similar physical properties and they occur together in nature. So their isolation is difficult. Oxidation state. +3 is the most common oxidation state of lanthanoids. Some elements show +2 and +4 oxidation state also, due to the extra stability of the empty or half-filled or fully filled 4f orbital. The major reaction of lanthanoids: with acid it liberates hydrogen, with halogen it forms trihalides, with water it forms the corresponding hydroxide, with carbon it forms its carbide, with nitrogen it forms its nitride, with sulfur it forms its sulfide, with oxygen it forms its oxide. Then uses of lanthanoids. Number 1, used in alloy. For example, mish metal. What is mish metal? An alloy of 95% lanthanoid, 5% iron and traces of sulfur, carbon, calcium and aluminium is called mish metal. It is used to produce bullet shells, lighter flints, etc. Mixed oxides of lanthanides are used as catalysts in petroleum cracking. വലിയ ഹൈഡ്രോകാർബണെ പൊട്ടിച്ച് ചെറിയ ഫ്രാക്ഷൻസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കും. Lanthanoid oxides are used as phosphors in television screens and similar fluorescing surfaces. Color and paramagnetism of lanthanoids. It is due to the presence of incompletely filled f orbital with unpaired electron, and thus there is ff transition. Transition level dd transition പോലെ ഇവിടെ f orbital incompletely filled ആയതുകൊണ്ട് അതിനകത്ത് unpaired electron ഉണ്ട്. അതുകൊണ്ട് there is ff transition. ഇനി നമുക്ക് ലാന്തനോയിഡ്സിനെയും ആക്ടിനോയിഡ്സിനെയും ഒന്ന് കമ്പയർ ചെയ്യാം. Lanthanoids 4f series, actinoids 5f series. Lanthanoids shows mainly +3 oxidation state
എന്നാൽ സീറിയം +4 കാണിക്കാറുണ്ട്. വളരെ റെയർ കേസിൽ +2 +4 കാണിക്കാറുണ്ട്. ബട്ട് ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +3. എന്നാൽ ആക്ടിനോയിഡ് ഷോസ് എ വൈഡ് റേഞ്ച് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. In addition to +3, it forms +4, +5, +6, +7. And this is because the energy difference between 5f, 6d, 7s orbitals are comparable. Therefore, there is active participation of electron from anti-penultimate f orbitals. And therefore, they show a wide range of oxidation state. Then binding energy of 4f are higher because it is close to the nucleus, while binding energies of 5f are lower. The shielding effect of 4f electron is high because it is much less diffused than 5f. On the other hand, the shielding effect of 5f electrons are low because it is more diffused level. Complex formation tendency is less for lanthanoids, whereas the complex formation tendency is high for actinoids. Then lanthanide compounds are less basic, whereas actinoid compounds are more basic. Then lanthanoid do not form oxo ions, whereas actinoids form oxo ions like UO2+. Then except promethium, lanthanoids are non-radioactive, whereas actinoids are radioactive. Most of their ions are colorless, whereas most of the actinoid ions are colored. Actinoids are paramagnetic and their magnetic properties can be easily explained. On the other hand, actinoids are also paramagnetic, but their magnetic property cannot be easily explained. Some application of D and F block elements. Iron and steel are most important construction material. Some compounds are manufactured for special purposes such as titanium monoxide for pigment industry, manganese dioxide for use in dry battery cells. Many of the metals and their compounds are essential catalysts in chemical industry. For example, vanadium pentoxide catalyzes the oxidation of SO2 in the manufacture of sulfuric acid. Titanium tetrachloride with a triethyl aluminium or trialkyl aluminium forms the basis of Ziegler-Natta catalyst used to manufacture polythene. Iron catalysts are used in Haber process for the production of ammonia. Nickel catalyst enables the hydrogenation of fats. In Wacker process, the oxidation of ethine to ethanol is catalyzed by palladium chloride. Nickel complexes are used in polymerization of alkynes and their organic compounds such as benzene. In photographic industry, uses silver bromide because it is highly photosensitive. Assignment ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ പഠിച്ചതിനെ ബേസ് ചെയ്ത് അസൈൻമെൻ്റ് ആയിട്ട് എഴുതുമല്ലോ.